ഇന്നുണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ കായക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ളത് സവാള, വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ്, അത് പെട്ടെന്ന് സവാള വാടാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും. അപ്പോൾ ഇന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതേ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. കുറച്ച് മതി, പൊടിക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് ഇനി കുറച്ച് മുളക് പൊടി. ഞാൻ മുളക് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യും, കാരണം എരിവ് ഇഷ്ടമുള്ള കാരണം. അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ 2 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്ത് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് വേറെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മിക്ക എല്ലാ കറികളും ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അത് കുറച്ച് നമുക്ക് ചേർത്താൽ അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ഒരു സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യാനുസരണം ഇട്ട് അതിന് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കുക്കറിൽ കായ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കായും കൂടി നമുക്ക് ഈ മിക്സിയിലേക്കാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ നമ്മളത് കയ്യിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ എണ്ണയും അതിൻ്റെ എരിവും ഇതെല്ലാം അതിനകത്തേക്ക് കയറും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. കായ് വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത്. അപ്പോൾ ഇനി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് ആ കറിയും ആ ചാറൊക്കെ ഒന്ന് കുറുകണം. കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സെറ്റാവും കേട്ടോ. തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സെറ്റ് അതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. നല്ലൊരു അടിപൊളിയാണ് ഈ കറി. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ കായക്കറി റെഡിയായി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.